ഹലോ, വെൽക്കം ടു സ്മാർട്ട് ശ്രീ. അപ്പോൾ നമ്മളിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ LCM, HCF എന്നീ ടോപ്പിക്കൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ കൊണ്ടുവന്നിരുന്നത്. പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ എല്ലാവരും? എങ്ങനെയാണ് HCF ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ LCM ഉപയോഗിക്കേണ്ടത്, ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് HCF, LCM ഒക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ കണ്ടത് അല്ലേ. ഒരു 3-4 ക്ലാസ്സുകൾ നമ്മൾ HCF, LCMമായി ബന്ധപ്പെട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയ ടോപ്പിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, കുറച്ച് വലിയ ക്ലാസ്സുകളിലൊക്കെ 10th, 8th, 9th ഒക്കെ തുടങ്ങിയൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കാണ്, അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് ഇതാണ്, ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ഇത് ഒരു 3 എന്താ പറയുക പാർട്ടായിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത. ട്രീ മീൻസ് ട്രൈ എന്നൊക്കെ നമ്മൾ പറയില്ലേ. 3 മീൻസ് അതിൻ്റെ അർത്ഥം ട്രിപ്പിൾ എന്നൊക്കെ പറയുന്നതിൻ്റെ ട്രൈ. 3 എന്നാണ്. ഗോണോ മീൻസ് ആംഗിൾ ആൻഡ് മെട്രി മീൻസ് മെഷേഴ്സ് ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ത്രികോണത്തിൻ്റെ എല്ലാ അളവുകളെയും കുറിച്ച് നമുക്ക് പഠിക്കാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രയാങ്കിൾ. അതായത് എല്ലാം ഒരു ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മാത്തമാറ്റിക്കൽ ഒരു ബ്രാഞ്ചാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. നമുക്കറിയാം മാത്തമാറ്റിക്സിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ. ഒരു മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു ബ്രാഞ്ചാണ് നമുക്ക് ട്രിഗണോമെട്രി എന്ന് പറയാം, ത്രികോണമിതി. അപ്പൊ ത്രികോണമിതി എന്ന് പറഞ്ഞാൽ ത്രികോണവുമായി ബന്ധപ്പെട്ട എല്ലാ അളവുകളും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് റൈറ്റ് ട്രയാങ്കിൾ. ഒരു ത്രികോണത്തെ നമ്മൾ മട്ടത്രികോണവുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ അളവുകൾ കണ്ടുപിടിക്കാം. മട്ടത്രികോണമാക്കി മാറ്റിയതിന് ശേഷം, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ എ റൈറ്റ് ട്രയാങ്കിൾ, അത് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ല എങ്കിൽ കൂടി അത് റൈറ്റ് ട്രയാങ്കിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കി നമ്മൾ അതിൻ്റെ എല്ലാ മെഷേഴ്സും കണ്ടുപിടിക്കുക. എല്ലാ മെഷേഴ്സും എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിനകത്ത് ഉദ്ദേശിക്കുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരിക? അതിൻ്റെ മെഷേഴ്സ് എന്തൊക്കെയാണ് അളവുകൾ ഒരു ത്രികോണത്തെ സംബന്ധിച്ച്? ഒരു ത്രികോണത്തെ സംബന്ധിച്ച് നമുക്കറിയാം അതിന് 3 ആംഗിൾസ് ഉണ്ട് അല്ലേ, 3 കോണുകളുണ്ട്. ആൻഡ് ഇറ്റ് ഹാവ് 3 സൈഡ്സ്, 3 വശങ്ങളും ഉണ്ട്. അപ്പോൾ ഈ 3 വശങ്ങളും ഈ 3 കോണുകളും ഇവ അറിയുക എന്നുള്ളതാണ് ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ അത് ഓരോന്ന് പടിപടിയായിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അത് ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസിലാണ് ഈ ത്രികോണമിതി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ മെഷേഴ്സാണ് എന്നോർക്കുക. ട്രിഗണോമെട്രി എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ മെഷേഴ്സാണ്, ത്രികോണത്തിൻ്റെ അളവുകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അളവുകൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രിഗണോമെട്രി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, അതെങ്ങനെ ട്രിഗണോമെട്രിക് മെഷേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാൻ ബോർഡിൽ ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുകയാണ്. ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് നമുക്ക് ഇട്ടാൽ ഇതിൻ്റെ അർത്ഥം ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇതൊരു മട്ട ത്രികോണമാണ് എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ബിക്കോസ് ഇവിടെ ഒരു സംഭവം കണ്ടല്ലോ, ഇതിങ്ങനെ സ്ക്വയർ ആയിട്ടിട്ടാൽ അതിൻ്റെ അർത്ഥം ഇറ്റ്സ് റെപ്രസെൻറ്റഡ് ആസ് 90 ഡിഗ്രി. അത് 90 ഡിഗ്രിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുക. അല്ലാത്തതിനൊക്കെ ഇങ്ങനെ റൗണ്ട് ഒരു ചെറിയ ബ്രാക്കറ്റ് പോലെ ഒരു കഷ്ണം റൗണ്ട് ഷേപ്പിൽ വരുന്നത് ഇറ്റ് വിൽ നോട്ട് ബി റൈറ്റ് ട്രയാങ്കിൾ. അങ്ങനെ വരയ്ക്കുന്നത് ഒരിക്കലും നമുക്ക് മട്ടകോണമല്ല, 90 ഡിഗ്രി ആയിരിക്കില്ല. 90 ഡിഗ്രി കൃത്യമായിട്ട് ഇങ്ങനെ വരയ്ക്കണം. ഈ ഒരു ട്രയാങ്കിൾ നമുക്കറിയാം ഇതിന് 3 ആംഗിൾസ് ഉണ്ട്. ഇവിടെ 90 ഡിഗ്രി, 2 വേറെ ആംഗിൾസ്. ഇഫ് യു ആർ ഗിവിംഗ് എ നെയിം, നമുക്ക് അതിനൊരു പേര് കൊടുക്കാം. ABC എന്ന് നമ്മൾ പേര് കൊടുത്താൽ ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C ആർ 3 ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC. കോൺ A, കോൺ B, കോൺ C എന്ന് പറയുന്ന
3 കോണുകളാണ് നമുക്ക് ഈ ട്രയാങ്കിളിൽ കാണാൻ സാധിക്കുക, 3 ആംഗിൾസ്. അപ്പം നമുക്ക് ഇതിൻ്റെ മെഷേഴ്സ് അറിയണം. അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം നമുക്ക് ഇവിടെ അറിഞ്ഞു, എന്താണത് 90 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ നമ്മൾ അറിഞ്ഞു, അത് 90 ഡിഗ്രി ആണെന്ന് ഇതിന് ഈ ഒരു സംഭവം കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതർ 2 ആംഗിൾസ്, മറ്റു 2 ആംഗിൾ ഏത് അളവുകൾ വേണമെങ്കിലും ആകാം. ആൻഡ് ദ സം ഷുഡ് ബി 90 ഡിഗ്രി. ഈ 2 കോണുകളും എയും സിയും എത്ര വേണമെങ്കിലും ആകാം, ബട്ട് ദ സം ഷുഡ് ബി ഈക്വൽ ടു 90 ഡിഗ്രി. 90 ഡിഗ്രി തുക വരുന്ന രീതിയിൽ എക്കും സിക്കും ഏത് കോണളവുകൾ വേണമെങ്കിലും സ്വീകരിക്കാം. അതിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇഫ് എനി 1 ആംഗിൾ ഈസ് ഗിവൺ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഈ ഒരു ആംഗിള് ഞാൻ ഇവിടെ നമുക്ക് അറിയില്ലാത്ത ആംഗിൾസ് നമ്മൾ പണ്ടൊക്കെ എക്സ് വൈ ഒക്കെ നമ്മൾ സംഖ്യകൾ അറിയില്ല എങ്കിൽ അൺനോൺ ഫിഗറിന് നമ്മൾ എക്സ് എന്നോ വൈ എന്നോ എ ബി സി എന്നൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ. ഇഫ് 1 ആംഗിൾ ഈസ് നോട്ട് നോൺ, നമുക്ക് അറിയില്ലാത്ത ഒരു ആംഗിൾ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അറിയില്ല ഒരു ആംഗിൾ എത്രയാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, നമുക്കൊരു ആംഗിൾ, അവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതിൻ്റെ മെഷർമെന്റ് ഇത്രയാണ്, പക്ഷെ അതിൻ്റെ ഫിഗറായിട്ട് നമ്പറായിട്ട് നമുക്ക് തന്നിട്ടില്ല. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് തീറ്റ. നമുക്കതിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, അത് എഴുതുന്നത് ഇങ്ങനെയാണ്, തീറ്റ എന്നാണ് നമ്മളതിനെ വിളിക്കുക. അപ്പോൾ ഒരു ആംഗിൾ, അതിന്റെ മെഷർമെന്റ് തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണെങ്കിൽ വാട്ട് വിൽ ബി ആംഗിൾ. ഇപ്പോൾ ഇവിടെ ഞാൻ മെഷർ ചെയ്ത് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ആംഗിൾ സി എന്ന് പറയുന്നത് തീറ്റയാണെങ്കിൽ വാട്ട് ഈസ് ആംഗിൾ എ എന്ന് പറയുന്ന കോൺ എത്രയായിരിക്കും? അക്കോർഡിംഗ് ടു റൈറ്റ് ട്രയാംഗിൾ പ്രിൻസിപ്പിൾ, ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ ഒരു സിദ്ധാന്തം അനുസരിച്ച് ഒരു കോൺ 90 ഡിഗ്രി, മറ്റൊരു കോൺ ഇവിടെ എക്സ്, മേ ബി എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ എനി ആംഗിൾ വിച്ച് ഈസ് ഡിനോട്ടഡ് ആസ് തീറ്റ, ഒരു ആംഗിൾ അവിടെ കൊടുത്തിരിക്കുകയാണ് തീറ്റ എന്ന്. സോ വാട്ട് ഈസ് ദ അതർ ആംഗിൾ? ആ എ എന്ന് പറയുന്ന കോൺ എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ ആയിരിക്കും. നമുക്കറിയാം അല്ലെ. അപ്പൊ റൈറ്റ് ട്രയാംഗിളിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഏതെങ്കിലും 2 ആംഗിൾസ്, ഇഫ് ഇറ്റ് ഈസ് ഗിവൺ, 2 ആംഗിൾ തരണം, 2 കോണുകൾ തന്നാൽ മൂന്നാമതൊരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള രീതിയാണ് 90. കാരണം ഓൾറെഡി ഒരു ആംഗിൾ 90 ആണ് അല്ലെ. ഒറ്റ കോൺ എന്ന് പറയുന്നത് റൈറ്റ് ട്രയാംഗിൾ ആയതുകൊണ്ട് ഒരു കോൺ എന്തായാലും 90 ഡിഗ്രിയാണ്. അപ്പൊ അതിനകത്ത് മറ്റൊരു കോൺ മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. ഒരെണ്ണം കൂടി അവിടെ തന്നിട്ടുണ്ട് എങ്കിൽ മറ്റൊരു കോൺ കാണാൻ വേണ്ടിയിട്ട് 90 ആ തന്നിരിക്കുന്ന ആംഗിൾ മെഷർ ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾസ് മെഷർ ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ ആംഗിൾസിന്റെ മെഷർമെന്റ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ പറഞ്ഞു ട്രിഗണോമെട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു ദ മെഷർമെന്റ് ഓഫ് ആംഗിൾസ് ആൻഡ് ഓൾസോ സൈഡ്സ്. വശങ്ങളും കോണുകളും തമ്മിലുള്ള അതിന്റെ ആ മെഷർമെന്റുകൾ കണ്ടുപിടിക്കുക, അളവുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ട്രിഗണോമെട്രിക് ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ത്രികോണമിതി, അംശബന്ധം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ത്രികോണമിതി എന്ന് പറയുന്നത് അതാണ്, ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആംഗിൾസ് കണ്ടുപിടിക്കുക, വശങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഈ തീറ്റയ്ക്ക് പകരം ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന ആംഗിൾ ഇഫ് ഇറ്റ് ഈസ് 20 ഡിഗ്രി, ഇത് തീറ്റ മാറ്റി അവിടെ ഞാൻ 20 ഡിഗ്രിയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ വാട്ട് വിൽ ബി ആംഗിൾ എ? 70 ഡിഗ്രി, അതായത് 90 മൈനസ് 20 അല്ലേ. നമുക്ക് ആ ആംഗിൾ ഇവിടെ മാറുന്നതനുസരിച്ച് ആംഗിൾ എയും മാറിക്കൊണ്ടിരിക്കും. ഇഫ് 70 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നത് ആംഗിൾ എ മാറ്റി 70 ഡിഗ്രി മാറ്റി ഞാനിവിടെ 80 ഡിഗ്രിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിലോ ആംഗിൾ സി വിൽ ബി 10 ഡിഗ്രി, 10 ഡിഗ്രി ആയിരിക്കും. കാരണം ഇവയുടെ തുക, അതിന്റെ സം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി 90 ഡിഗ്രി, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ മെഷർ ചെയ്ത് എഴുതുന്നത് മനസ്സിലായല്ലോ. 2 ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മട്ടത്രികോണമാകുമ്പോൾ ഒരു ആംഗിൾ സെപ്പറേറ്റ് തന്നാൽ മതി. മറ്റേ ആംഗിൾ 90 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 90 മൈനസ് ചെയ്താൽ മതി. ആൻഡ് അപ്പോൾ ആംഗിൾസിന്റെ അളവ് കണ്ടുപിടിക്കുക മാത്രമല്ല നമുക്ക് ഒരു ട്രിഗണോമെട്രി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ഹാവ് ടു ഓൾസോ ഫൈൻഡ് ഔട്ട് ദ സൈഡ്സ്, വശങ്ങളും കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് ഒരു സൈഡ് 4 സെന്റിമീറ്റർ തന്നിരിക്കുകയാണ്, ഇവിടെ 5 സെന്റിമീറ്റർ തന്നിരിക്കുകയാണ് എന്ന് വിചാരിക്കാം. ഇവിടെ 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്റർ. ഇഫ് 2 sides of a right triangle is given, the third side can be find out. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 2 വശങ്ങൾ തന്നിട്ടുണ്ട്. ഈ മട്ടത്രികോണത്തിന്റെ 2 വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ് 2 വശങ്ങൾ? പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. നോക്കുക, ഈ 90 ഡിഗ്രിയിൽ കണ്ടല്ലോ, 90 ഡിഗ്രി ഓൾവേസ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് അല്ലെ, ഇങ്ങനെ ഇരിക്കും എൽ ഷേപ്പിൽ. അപ്പൊ ആ 90 ഡിഗ്രിയിൽ വരുന്ന ആംഗിൾസ്, ആ ഒരു ആംഗിൾസിന്റെ ഇടയിൽ വരുന്ന സൈഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ഈ റൈറ്റ് ട്രയാംഗിളിന് നമുക്ക് ഈ പെർപെൻഡിക്കുലർ സൈഡ്സിനായാലും ഓരോ പേരുകളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ട്രയാംഗിൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ മട്ടത്രികോണം റൈറ്റ് ട്രയാംഗിളിന്റെ സൈഡുകൾക്ക് ഓരോന്നിനും പേരൊക്കെ നമുക്കറിയാലോ അല്ലെ. ഇത് ബേസ് ആണ്, ഇത് ആൾട്ടിറ്റ്യൂഡ് ആണ്, ആൾട്ടിറ്റ്യൂഡ്, ആൻഡ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ആണ്, ഹൈപ്പോട്ടന്യൂസ്, അല്ലെങ്കിൽ ഇവിടെ കർണം എന്ന് മലയാളത്തിൽ പറയും, പാദം, ലംബം.
ഇങ്ങനെയാണ് ഇതിന്റെ വശങ്ങളുടെ പേരുകളൊക്കെ ഇങ്ങനെയാണ് വരിക. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ മെഷർമെന്റുകൾ അല്ലെങ്കിൽ അതിന്റെ വശങ്ങളുടെ പേരുകൾ ബേസ്, പാദം, ആൾട്ടിറ്റ്യൂഡ്, ലംബം, ഹൈപ്പോട്ടന്യൂസ്, കർണം, ഇങ്ങനെയാണ് പേരുകൾ വരിക. ഇനി ഇതിന്റെ മെഷേഴ്സ് എന്താ പറയാ, ഒരു വശമൊക്കെ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് വശം തന്നിട്ടുണ്ട്, മൂന്നാമതൊരു വശം മാത്രം കണ്ടുപിടിക്കണുള്ളൂ എങ്കിൽ, രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട് ഒരു വശം മാത്രമേ നമുക്ക് മിസ്സിംഗ് ഉള്ളൂ എങ്കിൽ, ഒരൊറ്റ വശം തന്നിട്ട് രണ്ട് വശങ്ങൾ മിസ്സിങ്ങിനാണ് പറയുന്നത്. ഇവിടെ രണ്ട് വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, രണ്ട് സൈഡുകൾ തന്നിട്ട് മൂന്നാമതൊരു സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഓൾറെഡി നമുക്കറിയാം വി ക്യാൻ യൂസ് പൈത്തഗോറസ് തിയറം അല്ലേ. നമുക്ക് പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാം. ഏതാണ് ഇവിടെ തരാത്ത സൈഡ്? പൈത്തഗോറസ് തിയറം അനുസരിച്ച് അതൊക്കെ ഓൾറെഡി നമ്മൾ ഒരുപാട് കണക്കുകൾ ചെയ്തതാണ്. ബേസ് ഉണ്ട്, പാദം, ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, ലംബം 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും യഥാക്രമം തന്നിട്ടുണ്ട്. ആൻഡ് ദ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് തരാത്തത്. കർണം തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് സൈഡുകൾ തന്നിട്ട് മൂന്നാമതൊരു സൈഡ് കണ്ടുപിടിക്കാനൊക്കെ ഓൾറെഡി നമ്മൾ ഒരുപാട് കണക്കുകൾ ചെയ്തതാണ്. എങ്കിലും നമുക്കതൊന്നുകൂടി റിവൈൻഡ് ചെയ്ത് എടുക്കാം. കർണമാണ് കാണേണ്ടത്. വാട്ട് ഈസ് ദ ഇക്വേഷൻ? കർണം കാണാനുള്ള സമവാക്യം എന്താണ്? കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കാണേണ്ടത്. എന്താണ് കർണം കാണാനുള്ള ഇക്വേഷൻ? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. കർണം കാണാനുള്ള ഇക്വേഷൻ ആണ് ഹൈപ്പോട്ടന്യൂസ്. അതായത് ഏറ്റവും നമുക്കറിയാം വാട്ട് ഈസ് ഹൈപ്പോട്ടന്യൂസ്. ഏതാണ് ഹൈപ്പോട്ടന്യൂസ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. 3 ആംഗിൾസ് ഉണ്ട്, 3 ആംഗിൾസ് ഉണ്ട്. അതിൽ ഒരു ആംഗിൾ ഓൾറെഡി 90 ആയിരിക്കും. ആൻഡ് സം ഓഫ് അതർ 2 ആംഗിൾസ്, മറ്റ് രണ്ട് കോണുകളുടെ തുക എന്ന് പറയുന്നത് ഷുഡ് ബി 90 ഡിഗ്രി, അത് 90 ഡിഗ്രി ആയിരിക്കണം. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരണം. പിന്നെ അതിന്റെ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സിന് നമുക്ക് ഓരോ പേരുണ്ടെന്ന് അറിയാം. ബേസ്, പാദം, അതായത് ആ പാദത്തിനോട് കൂടി തന്നെ ഹൈറ്റിൽ നേരെ വരച്ചിരിക്കുന്നത്, ലംബമായി പെർപെൻഡിക്കുലറായി വരച്ചിരിക്കുന്നത് ഇറ്റ്സ് ലംബം, അതിനെ ആൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഈ പാദവും ലംബവും തമ്മിൽ യോജിപ്പിക്കുന്ന വര, അതില്ലെങ്കിൽ നമുക്ക് പറയാം 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശം, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശം ഹൈപ്പോട്ടന്യൂസ്, കർണം. ആൻഡ് ദാറ്റ് ഈസ് ദ ലോങ്സ്റ്റ് സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. ഒരു മട്ടത്രികോണത്തെ സംബന്ധിച്ച് ഏറ്റവും നീളം കൂടിയ വശം എന്ന് പറയാം, 90 ഡിഗ്രിയുടെ എതിർവശം എന്ന് പറയാം. ഇതെല്ലാം തന്നെ ഹൈപ്പോട്ടന്യൂസിന് ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ. അപ്പൊ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറയാം ഹൈപ്പോട്ടന്യൂസിനെ, ലോങ്സ്റ്റ് സൈഡ് എന്ന് പറയാം റൈറ്റ് ട്രയാങ്കിളിനെ. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാൻ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അതാണ് കാണേണ്ടത് ഹൈപ്പോട്ടന്യൂസ്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ നമുക്ക് എഴുതാം. പാദം നമുക്ക് എത്രയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? 4 ആണ്. 4 സ്ക്വയർ പ്ലസ് ഇത് എത്രയാണ്? 5 ആണ്. അപ്പൊ 5 സ്ക്വയർ നമുക്ക് എഴുതാം. 4ന്റെ സ്ക്വയർ 16 ആണ് അല്ലെ. 4ന്റെ സ്ക്വയർ ആണ് 16, 5ന്റെ സ്ക്വയർ 25. ഇത് രണ്ടും കൂടി കൂട്ടി 16ഉം 25ഉം 41. റൂട്ട് 41 ഈസ് ദ വാല്യൂ ഓഫ് ഹൈപ്പോട്ടന്യൂസ്. കർണത്തിന്റെ നീളം എന്ന് പറയുന്നത് റൂട്ട് 41 ആണ്. റൂട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. റൂട്ട് കാണാൻ പറ്റുന്ന സംഖ്യയാണെങ്കിൽ നിങ്ങൾ റൂട്ടായിട്ട് എടുത്തെഴുതുക, അല്ലെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ കർണം കണ്ടുപിടിക്കാൻ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? പൈത്തഗോറസ് തിയറമാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. കാരണം രണ്ട് സൈഡ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമതൊരു സൈഡ് മാത്രമേ നമുക്ക് കാണേണ്ടതുള്ളൂ. ഈ മൂന്നാമതൊരു സൈഡ് അത് ലംബമാകാം, പാദമാകാം, ഹൈപ്പോട്ടന്യൂസ്, കർണമാകാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് മിസ്സിംഗ് എങ്കിൽ പൈത്തഗോറസ് തിയറം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേറൊരെണ്ണം കൊടുത്താലോ? ഇവിടെ ഈ സൈഡുകൾ മാറ്റി പാദവും ലംബവും ഒക്കെ മാറ്റിയിട്ട് വേറെ അളവാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, if the hypotenuse is given 13 centimeter and the base is given 12 centimeter, ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. യു ഹാവ് ടു ഫൈൻഡ് ദ ആൾട്ടിറ്റ്യൂഡ്, ലംബം കാണണം. അപ്പോഴെന്ത് ഉപയോഗിക്കും? നേരത്തെ കർണമാണ് കണ്ടത്, നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത് കർണമാണ്. നമുക്ക് ഇവിടെ അന്നേരം നമുക്ക് ലംബവും പാദവുമാണ് തന്നിരുന്നത്. ബേസും ആൾട്ടിറ്റ്യൂഡും തന്നു, കർണം നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, ബേസ് തന്നിട്ടുണ്ട്, പാദവും തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ദ ആൾട്ടിറ്റ്യൂഡ്. അപ്പോഴും നമ്മൾ ഏത് ഉപയോഗിക്കണം? പൈത്തഗോറസ് തിയറം തന്നെയാണ് ഉപയോഗിക്കുക. ആൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഞാൻ ഒന്ന് ഷോർട്ടാക്കി എഴുതിയിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസിനാണ് h സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്, മൈനസ് ബേസിനാണ് ബേസ് സ്ക്വയർ ബി സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് ലംബം ആണ് കാണേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 13 സ്ക്വയർ മൈനസ്
ബേസ് ഇവിടെ 12 ആണ്. 12 സ്ക്വയർ 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. 13ന്റെ സ്ക്വയർ എത്രയാണ് അറിയാലോ. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇതൊക്കെ സ്ക്വയർ ചെയ്യുന്നതൊക്കെ ഒരുപാട് കണക്കുകൾ വന്നതാണ്. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചും കഴിഞ്ഞതാണെങ്കിലും നിങ്ങൾ ഓർക്കുക, 13നെ സ്ക്വയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 13 × 13. ആ സംഖ്യയെ, ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക എന്നാണ്. 13 × 13, 13 × 13. അറിയാവുന്നവർക്ക് നേരിട്ട് എഴുതാം. എന്താണ്? 169. 13 × 13ന്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 169. 12ന്റെ സ്ക്വയറും നമുക്കറിയാം. കുറച്ച് സംഖ്യകളുടെയൊക്കെ സ്ക്വയേഴ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി ചെയ്ത് ബൈഹാർട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ 13ന്റെ സ്ക്വയർ 169ഉം 12ന്റെ സ്ക്വയർ 144ഉം ആണ്. 169 മൈനസ് 144. 144 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ √25 എന്നാണ്. 25ന്റെ റൂട്ട് 5 സെന്റിമീറ്റർ. സോ ദ ആൾട്ടിറ്റ്യൂഡ് ഈസ് 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ആണ് നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് കിട്ടുക. കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഹൈപ്പോട്ടന്യൂസും ബേസും തന്നു, നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. അതായത് കർണം തന്നു, പാദം തന്നു, ലംബം കണ്ടുപിടിച്ചു. ഇവിടെയും നമ്മൾ ഏത് കാര്യമാണ് ഉപയോഗിച്ചത്? പൈത്തഗോറസ് തിയറമാണ്, പൈത്തഗോറസ് സിദ്ധാന്തമാണ് ഉപയോഗിച്ചത്. നമ്മൾ ട്രിഗോണോമെട്രിയിലേക്ക് എത്താൻ പോകുകയാണ്. അതായത് ഇതും ട്രിഗോണോമെട്രി തന്നെയാണ്. പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രയാങ്കിൾസിന്റെ, ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ മിസ്സിംഗ് ആയിട്ടുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന രീതിയാണ്. അപ്പൊ ഇവിടെ 2 സൈഡ് തരുമ്പോൾ നമ്മൾ പൈതഗോറസ് ഉപയോഗിച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ആംഗിൾസ്, അതെ, 2 ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമതൊരു ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഒരു ട്രയാംഗിൾസിന്റെ ആംഗിൾസും സൈഡ്സും കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണ് ട്രിഗണോമെട്രിക് മെഷേഴ്സ് അല്ലെങ്കിൽ ത്രികോണമിതി അളവുകൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. ഈ സൈഡ് ഒന്ന് മാറ്റി ബേസ് കണ്ടുപിടിക്കുന്നതും കൂടി ഒന്ന് ചെയ്യാം. കാരണം ഇപ്പൊ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കർണം കണ്ടുപിടിക്കുന്നത് ഒരെണ്ണം ചെയ്തു, ബേസ് തന്നിട്ട് ഹൈപ്പോട്ടന്യൂസും ബേസ് തന്ന് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ചെയ്തു. അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. ഇവിടെ 13 സെന്റിമീറ്റർ ആണ്, ഇവിടെ 5 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ബേസ് കാണണം. ഏതാ കാണേണ്ടത്? പാദമാണ് കാണേണ്ടത്. ബേസ് ആണ് കാണേണ്ടത്. പാദം കാണാനുള്ള ഇക്വേഷൻ നേരത്തെ എഴുതിയ പോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഹൈപ്പോട്ടന്യൂസ് കാണുമ്പോൾ മാത്രമേ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുള്ളൂ. ഇതിന്റെ സ്ക്വയേഴ്സ്, ഇതിന്റെ പെർപെൻഡിക്കുലർ സൈഡിന്റെ സ്ക്വയറുകളുടെ തുകയാണ്. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അത് കർണം കാണാൻ വേണ്ടി മാത്രമേ പ്ലസ് ഉള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം, അതായത് ബേസ് കാണുമ്പോഴും ഓൾട്ടിറ്റ്യൂഡ്, ലംബവും പാദവും കാണുമ്പോൾ നമുക്കറിയാം ദ ലോങ്സ്റ്റ് സൈഡ്. നേരത്തെ പറഞ്ഞല്ലോ ഹൈപ്പോട്ടന്യൂസ് കർണമാണ് ഏറ്റവും നീളം കൂടിയ വശം. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ബേസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്: ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്കത് അവിടെ കൊടുക്കാം. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ 13 ആണ് തന്നെ, അപ്പോൾ 13 സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് 5 ആണ് തന്നെ, അപ്പോൾ 5 സ്ക്വയർ. 13ന്റെ സ്ക്വയർ തൊട്ട് മുന്നിൽ നമ്മൾ എഴുതി 169 മൈനസ് 5ന്റെ സ്ക്വയർ 25 ആണ്. 169ൽ നിന്ന് 25 നമ്മൾ മൈനസ് ചെയ്തു. നമുക്ക് കിട്ടുന്ന ആൻസർ 144 ആണ്. 144 ആൻസർ ആയില്ലല്ലോ. 144 റൂട്ട് ഉള്ള സംഖ്യയാണ്. ബേസ് നമുക്ക് കിട്ടുന്നത് √144 ഓർ 12 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ. കണ്ടല്ലോ, 12 സെന്റിമീറ്റർ ആണ് ഇതിന്റെ പാദം. 144ന്റെ റൂട്ട്. 12ന്റെ സ്ക്വയർ ആണ് 144. ഓർക്കുക, 12ന്റെ സ്ക്വയർ 144 അല്ലെങ്കിൽ 144ന്റെ റൂട്ട് 12. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും, തമ്മിലുള്ള റിലേഷൻ ആണ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ്. ഇത് റൂട്ട്, ഇത് അതിന്റെ 144ന്റെ റൂട്ട് 12, 12ന്റെ സ്ക്വയർ 144 എന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ 2 സൈഡുകൾ മിസ്സിങ് തന്നിട്ടുണ്ട്. ഒരു സൈഡ് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ അത് കണ്ടുപിടിക്കുന്നതിന് പൈത്തഗോറസ് തിയറം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. എന്നാൽ നമുക്ക് 2 സൈഡ് തന്നാൽ മാത്രമേ ഈ ഒരു പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇഫ് ഓൺലി 2 സൈഡ്സ് ആർ ഗിവൺ, നമുക്ക് 2 സൈഡുകൾ തന്നാൽ മാത്രം. ഇവിടെ ഞാൻ മറ്റൊരു ട്രയാങ്കിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. XYZ വിച്ച് ഈസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് ആംഗിൾ Y എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രി ആകുന്ന രീതിയിൽ XYZ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. ഇവിടെ നമ്മൾ ട്രിഗണോമെട്രിയിലേക്ക്, അതായത് ട്രിഗണോമെട്രിക് ന്യൂ മെഷേഴ്സിലേക്ക്, ഒരു പുതിയ മെഷേഴ്സിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകണം. പൈതഗോറസ് അല്ലാതെ എങ്ങനെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാതെ 2 സൈഡ് തന്നിട്ട് മൂന്നാമതൊരു സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് അവിടെ പൈതഗോറസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സൈഡേ തന്നിട്ടുള്ളൂ, ഒരു ട്രയാങ്കിളിന്റെ മറ്റു സൈഡുകൾ 2 എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ വി കനോട്ട് യൂസ് പൈതഗോറസ് തിയറം. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ പറ്റില്ല.
അവിടെ നമ്മൾ പുതിയ ഒരു ടെക്നിക്കിലേക്കാണ് പോകുന്നത്. അത് ഓരോ സ്റ്റെപ്സ് ആയിട്ടാണ് നമുക്ക് ചെയ്യാം. ഇന്ന് നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഈ ട്രിഗണോമെട്രിക് മെഷേഴ്സിൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് തന്നിട്ട് ബാക്കി രണ്ട് സൈഡുകൾ കണ്ടുപിടിക്കാൻ പോകുക. അതിന് നമ്മൾ പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇഫ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ഗിവൺ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ മെഷേഴ്സ്, ആംഗിൾസിന്റെ മെഷേഴ്സ്, കോണുകളുടെ അളവുകൾ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ റേഷ്യോ ഓഫ് 45 ഡിഗ്രി ഈസ് ടു 45 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. അതായത് നമുക്ക് തന്നിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിൾ, നമുക്ക് തന്നിരിക്കുന്ന മട്ടത്രികോണം 2-3 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് നമ്മൾ പഠിക്കുന്നത്, ഫസ്റ്റ് വൺ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇഫ് ദ ആംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 45, 90. എന്താ അതിന്റെ അർത്ഥം? ഇതിന്റെ കോണുകളില്ലേ, തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ കോണുകള് ഒരെണ്ണം 90, മറ്റേത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ്. ഇവിടെ 45 ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ അതർ ആംഗിൾ ഈസ് ഓൾസോ 45 ഡിഗ്രി. നമുക്കറിയാലോ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 90 കിട്ടണം. അതിൽ ഒരെണ്ണം 45 ആണ്, അപ്പൊ മറ്റേതും എന്താണ്? 45 ആണ്. ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് 45, 90 ഡിഗ്രി എന്ന് പറയുന്ന മെഷർമെന്റിലാണ് അവയുടെ കോണുകൾ കിടക്കുന്നതെങ്കിൽ, ആ ഒരു അംശബന്ധത്തിലാണ് കിടക്കുന്നതെങ്കിൽ ഇറ്റ്സ് സൈഡ്സ്, അതിന്റെ വശങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു റേഷ്യോയിലായിരിക്കും. ഏത് റേഷ്യോയിലായിരിക്കും? 1:1:√2 എന്ന് പറയുന്ന ഒരു അംശബന്ധത്തിലായിരിക്കും. എങ്ങനെയാവണം? കോണുകൾ ഇങ്ങനെ വരണം. 45, 90 ഈ റേഷ്യോയിലാണെങ്കിൽ ദ ആംഗിൾസ് വിൽ ബി ഇൻ ദ റേഷ്യോ 45, 90. 45, 90 എന്ന രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ ദ സൈഡ്സ് വിൽ ബി ഇൻ ദ റേഷ്യോ ഓഫ് 1:1:√2. എന്താണ് ഈ 1:1:√2 എന്ന് പറയുന്നത്? ദാറ്റ് മീൻസ് ഈ 45 ഡിഗ്രി എന്ന് പറയുന്ന കോണിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശം അത് എത്രയാണ്? അത് ഇവിടെ 1 ആണെങ്കിൽ അതേ 45ന്, ആ ട്രയാങ്കിളിന്റെ മറ്റൊരു 45 കൂടി ഉണ്ടല്ലോ, അതേ ട്രയാങ്കിളിൽ 45ന് മറ്റേ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും എത്ര തന്നെയായിരിക്കും? 1 തന്നെയാണ്. ദാറ്റ് മീൻസ് ദേ ആർ ഈക്വൽ, അത് രണ്ടും തുല്യമാണെന്ന്. എന്ന് വെച്ചാൽ ഒരു റൈറ്റ് ട്രയാങ്കിളിനകത്ത് രണ്ട് ആംഗിൾസ് ഒരേ അളവാണ്, ദാറ്റ് ഈസ് 45 ഡിഗ്രി ഈച്ച് ആണെങ്കിൽ ആ 45ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇതൊന്നാണെങ്കിൽ ഇവിടെയും 1, ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 3 സെന്റിമീറ്റർ ആണ്, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 2 സെന്റിമീറ്റർ തന്നെ. അതായത് ആ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബിക്കോസ് പെർപെൻഡിക്കുലർ സൈഡ്സ് എവിടെയാണ് കിടക്കുന്നത്? 45ന്റെ ഓപ്പോസിറ്റ് ആണ് അത് കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ സൈഡ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് അന്നേരം എന്തായിരിക്കും? √2 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിനെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു അളവൊക്കെ തന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു അളവ് നമുക്ക് ഒന്നില്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്, അതായത് ഈ √2 വരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ബേസ് YZ എന്ന് പറയുന്ന 1 എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഒരു സംഖ്യ, ആ ഒരു അളവ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് തന്നു, ബാക്കി സൈഡ്സ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. ഇവിടെ എത്ര തന്നിട്ടുണ്ടോ, ഇപ്പൊ ഇത് ഏതെങ്കിലും ഒരു സൈഡ് ബേസോ ആൾട്ടിറ്റ്യൂഡോ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിൽ ബി ഓൾസോ സെയിം, അത് രണ്ടും തുല്യമായിരിക്കും. മൂന്നാമത്തെ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ നമ്മൾ ഇവിടെ 1:1:2 ആണ് √2 എങ്കിൽ ഇവിടെ ഞാൻ ഇവിടെ 3 കൊടുത്തു എന്ന് വിചാരിക്കുക. 3 സെന്റിമീറ്റർ ആണ്. YZ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് പറയാം XY എന്ന് പറയുന്നതും 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ 3 ആണ്, ആൻഡ് ഹിയർ ഓൾസോ വിൽ ബി 3. കാരണം എന്താ? 45ന്റെ താഴെ വരുന്ന രണ്ട്, ആ ആംഗിൾസിന്റെ താഴെ വരുന്ന രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ഇത് 3 ആണെങ്കിൽ ഇതും 3 ആണ്. അപ്പൊ ഇതിന്റെ മെഷർമെന്റ് എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഈ അളവ് എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ 3:√2. കണ്ടല്ലോ, 1:1, 1:√2. 1:1 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തുല്യം. അതിന്റെ എന്താണ് പറയാ, മൾട്ടിപ്ലൈ ചെയ്യുക. ഏതിനെ? ആ തന്നിരിക്കുന്ന വശം കൊണ്ട്, ആ തന്നിരിക്കുന്ന √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് ദ തേർഡ് സൈഡ്, മൂന്നാമത്തെ വശം കിട്ടും. അപ്പൊ ഇത് 3 ആണെങ്കിൽ ഇതും 3 ആയിരിക്കും. ഇവിടെ 3:√2 ആയിരിക്കും. ഇവിടെ 4 ആണെങ്കിലോ, ഹിയർ ഓൾസോ വിൽ ബി 4. ഇവിടെ എന്തായിരിക്കും? 4:√2 ആയിരിക്കും. തന്നിരിക്കുന്ന സൈഡ് ബേസും ആൾട്ടിറ്റ്യൂഡും എത്രയാണോ അതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് ദ ഓൾ ദ സൈഡ്സ്, മറ്റ് എല്ലാ വശങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ആംഗിളിന്റെ മെഷർമെന്റ് ശ്രദ്ധിക്കുക. മെഷർമെന്റ് മാറുന്നതനുസരിച്ച് ഇനി അടുത്ത വേറെ ഒരെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ഒരെണ്ണം മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. വശങ്ങള് തന്നിരിക്കുന്ന ആംഗിൾസ്, കോണുകള് 45, 90 ആണെങ്കിൽ വശങ്ങള് 1:1:√3 ആയിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് ചെയ്ത് നോക്കാം, നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ 1:1:√2 എന്ന് പറഞ്ഞല്ലോ.
ഞാനിവിടെ ഇത് ക്വസ്റ്റ്യനിൽ നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് എങ്ങനെ ചെയ്യും, അതെങ്ങനെ വന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പറഞ്ഞത് 45 90 ഡിഗ്രി ആണെങ്കിൽ വശങ്ങൾ 1:1 ആയിരിക്കും. എന്നിട്ട് ഞാനിവിടെ വേറൊരു ഇത് കൊടുക്കുകയാണ്. ഇവിടെ YZ സ്ഥാനത്ത് ഞാൻ 4 സെന്റിമീറ്റർ എന്ന് എഴുതാണ്. ഇനി നിങ്ങളോട് വാട്ട് ഈസ് XY, വാട്ട് ഈസ് XZ, ഈ രണ്ട് സൈഡ്സ് കണ്ടുപിടിക്കാൻ പറയാണ്. XY എന്ന് പറയുന്ന വശവും YXZ എന്ന് പറയുന്ന വശവും കാണണം. YZ നമുക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. അപ്പൊ ഞാനതൊന്ന് എങ്ങനെയാ ചെയ്യാൻ നമുക്കൊന്ന് കാണാം. YZ ആണ് നമുക്ക് തന്നെ. YZ ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അതായത് YZ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ XYയും എന്ത് തന്നെയായിരിക്കും? XY will be also 4 സെന്റിമീറ്റർ because the angles are 45 ഡിഗ്രി. 45 ഡിഗ്രി കോണുകളായതുകൊണ്ട് ഈ 4 സെന്റിമീറ്റർ ഇവിടെയാണെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ സൈഡായ XYയും എത്ര തന്നെയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് ഒന്ന് വിശദമായിട്ട് എഴുതാം. ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 45 ഡിഗ്രി ഓപ്പോസിറ്റ് ആണ് 1:1 വന്നേക്കണേ. ഈ 45ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 1, ഇവിടെയും 45ന്റെ ഓപ്പോസിറ്റ് 1 സെന്റിമീറ്റർ. 1:1 അതിന്റെ ആ 1 ആണ് പറഞ്ഞത്. അപ്പൊ രണ്ടുമാണ് ഈക്വൽ. അപ്പൊ നമുക്ക് അതിന്റെ സൈഡ് വെച്ചൊന്ന് എഴുതിയാലോ. ഇവിടെ 45ന്റെ ഓപ്പോസിറ്റ് YZ എന്ന് നമുക്ക് എഴുതാം. വീണ്ടും അടുത്ത 45ന്റെ ഓപ്പോസിറ്റ് XY. കണ്ടല്ലോ, ആ റേഷ്യോ എഴുതുന്ന രീതിയിൽ ആ സൈഡ് ഒന്ന് എഴുതിയെന്ന് മാത്രം. ഒരു 45ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന YZ ഞാൻ എഴുതി. അടുത്ത 45 അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന XY ഞാൻ എഴുതി. അടുത്ത 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് XZ ആണ്. കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിന്റെ മറ്റ് അളവുകൾ കണ്ടുപിടിക്കാം. നമുക്ക് തന്നിരുന്നത് YZ ആണ്. YZന്റെ അളവ് നമുക്ക് തന്നിരുന്നു 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് XY ആൻഡ് വാട്ട് ഈസ് XZ, ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അതിന് നമ്മൾ എടുക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ഒരളവ് നമുക്കറിയാം. YZന്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. YZ 4 സെന്റിമീറ്റർ ആണ്. നമുക്ക് ആദ്യം XY ഒന്ന് കണ്ടുപിടിക്കാം. XY കണ്ടുപിടിക്കാം. ഈ ഒരു റേഷ്യോ ഉപയോഗിച്ച് അതെങ്ങനെ ചെയ്യും എന്ന് കാണിക്കാനാണ് കേട്ടോ. അപ്പൊ YZ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് XY ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഭാഗം മാത്രം അങ്ങോട്ട് എടുക്കാം. ഈ ഭാഗം മാത്രം എടുക്കുമ്പോൾ ഞാനത് സെപ്പറേറ്റ് എടുത്ത് ഇതാണ് YZ ഈസ് ടു XY ഈക്വൽ ടു 1:1 ആണല്ലോ. അവർ പറഞ്ഞിട്ടുണ്ട് 1:1 ആണ്. YZ ഈസ് ടു XY എന്ന് പറയുന്നത് 1:1 ആണ്. ഇനി YZ നമുക്ക് ഇവിടെ YZ ഈസ് ടു XY എന്നുള്ളത് ഞാനിതൊന്ന് നമുക്കറിയാം. റേഷ്യോ എഴുതുന്നത് നമുക്ക് നേരെ ഫ്രാക്ഷൻ ആക്കി എഴുതാം. ഒരു റേഷ്യോയിൽ തന്നിരിക്കുന്ന സംഖ്യ ഈസ്റ്റു ഇട്ട് എഴുതുന്നത് നേരെ തന്നെ നമുക്കൊരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. YZ ഈസ്റ്റു XY എന്നുള്ളത് ബൈ XY ഞാൻ എഴുതുകയാണ്. ഇവിടെയും അതുപോലെ തന്നെ 1/1 എന്ന് എഴുതുന്നു. YZ ഇവർ തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ 4/XY ഈക്വൽ ടു 1/1. വീണ്ടും നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. XY ഇൻറ്റു 1 XY തന്നെ വരും. 4 × 1 4. കണ്ടല്ലോ, XY നമുക്ക് 4 സെന്റിമീറ്റർ തന്നെ ആണ് കിട്ടിയത്. നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് നോക്കി നേരെ ഒരേ അളവായതുകൊണ്ട് നേരെ എടുത്ത് അങ്ങോട്ട് എഴുതിയെന്ന് മാത്രം. പക്ഷെ അത് ആപ്ലിക്കേഷനിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ 1:1 വന്നിരിക്കുന്ന രണ്ട് ഭാഗം. ഒരെണ്ണം തന്ന ഒരളവ് വേണം, നമുക്ക് ഒരു തന്നിരിക്കുന്ന ഒരളവ് വേണം. മറ്റൊന്ന് അൺനോൺ നമ്പർ, നമുക്കറിയില്ല XY എത്രയാണെന്ന് അറിയില്ല. രണ്ടും ഈക്വൽ ആണെന്ന് 1:1 കൊണ്ട് നമുക്കറിയാം. പക്ഷെ അത് എങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെങ്കിൽ അടുത്ത ഭാഗം വരുന്നത് ഇതുപോലെ ആംഗിൾസ് അല്ല, ഒരേപോലെയല്ല വേറെയാണ്. അതുകൊണ്ട് അതെങ്ങനെ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തന്നെ അത് പഠിപ്പിച്ചത്. അപ്പൊ YZ XY അത് രണ്ടും റേഷ്യോ. അപ്പൊ അതിന്റെ താഴെയുള്ള 4 സെന്റിമീറ്റർ XY നമ്മൾ എടുത്തു. 1:1 ആണ് എടുത്ത് എഴുതിയപ്പോൾ നമുക്ക് XYയുടെ വാല്യൂ എത്ര കിട്ടി? 4 സെന്റിമീറ്റർ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏതാ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള √2ന്റെ അവിടെ വരുന്ന XZ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്തെടുക്കാം? നേരത്തെ എടുത്തതിൽ വ്യത്യസ്തമായി ഇത് രണ്ടും കൂടി എടുക്കാം. ഇത് രണ്ടും എടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് വാല്യൂ കിട്ടി അല്ലേ? 4 സെന്റിമീറ്റർ XY കിട്ടിയല്ലോ. അപ്പൊ ഞാനത് അവിടെ എടുത്ത് എഴുതി. XYയുടെ സ്ഥാനത്ത് 4 സെന്റിമീറ്റർ എഴുതി. ഇനി നമുക്ക് XZ കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ വീണ്ടും ആ ഭാഗം മാത്രം എടുക്കുകയാണ്. XY ഈസ് ടു XZ ഈസ് ടു എഴുതുന്നു ഈക്വൽ ടു അതിന്റെ റേഷ്യോ ഏതാണ്? 1:√2 ആണ്. നോക്കാം, അതിന്റെ തൊട്ട് മുകളിൽ നമ്മൾ റേഷ്യോ എഴുതി വെച്ചിട്ടുണ്ട്. XY ഈസ് ടു XZ ഈക്വൽ ടു 1:√2. ഇതാണ് എടുക്കേണ്ടത്. നേരത്തെ എടുത്തത് 1:1 ആണ്. അത് ഇപ്പുറത്തെ XY ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തു. ഇവിടെ XY ഈസ് ടു XZ ആണ് എടുക്കേണ്ടത്. കാരണം XZ ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ 1:√2 എടുത്തു. നമ്മൾ അത് തന്നെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നു. XY ബൈ XZ ഈക്വൽ ടു 1/√2. XYയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പൊ ഞാനത് അവിടെ കൊടുക്കുകയാണ്. XY 4 ആണ് ബൈ XZ ഈക്വൽ ടു 1/√2.
√2. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് സെഡ് ആണ് കാണേണ്ടത്. 1 × എക്സ് സെഡ് അത് തന്നെ കിട്ടും. 4 × √2 4√2 കിട്ടിയോ? അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ രണ്ടിടത്തും എഴുതുന്ന സംഖ്യ ഏതാണോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സംഖ്യയെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ 4 × √2 ആണ് 4√2. √2ന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാം. അതർവൈസ് നിങ്ങൾ തന്നെ എടുത്തെഴുതാം. അപ്പൊ എക്സ് സെഡ് കണ്ടുപിടിച്ചു 4√2. അപ്പൊ നമുക്ക് എല്ലാ സൈഡും കിട്ടി. ഇത് 4√2 ആണ്. അപ്പൊ ഇത് ഒരു ഒറ്റ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു രീതിയിലും രണ്ട് ആംഗിൾസ്, അതായത് 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ കൂടാതെ മറ്റ് രണ്ട് ആംഗിൾസും 45 ഡിഗ്രി ഈച്ച് ആണെങ്കിൽ അതിൻ്റെ വശങ്ങൾ 1:1:√2 എന്ന് പറയുന്ന അംശബന്ധത്തിൽ റേഷ്യോയിലായിരിക്കും എന്ന് കാണിക്കുന്ന ആദ്യത്തെ ട്രിഗണോമെട്രിക് മെഷേഴ്സാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക. വശങ്ങൾ ഓപ്പോസിറ്റ് ടു ദ 45 ഡിഗ്രി ആംഗിൾ, 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങൾ, സൈഡ്സ് ആണ് ഈക്വൽ. അതർ സൈഡ് √2 ഈക്വലാണ്, അത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ടുണ്ട്, മറ്റ് രണ്ട് സൈഡുകൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഒറ്റ ഒരു രീതിയിലുള്ളത് മാത്രമേ ചെയ്തുള്ളൂ. ആൻഡ് നമുക്കറിയാം 45 ഡിഗ്രി മാത്രം വരുന്ന 90 ഡിഗ്രി അല്ല ഉള്ളത്, വേറെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യും എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം അടുത്ത ദിവസം. ഓക്കെ, ബൈ.